എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ രീതിയിൽ ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിതുവരെ മധുരം വെച്ചിട്ടുള്ള ബ്രെഡ് ടോസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പല തരത്തിലുള്ളത്. നമ്മൾ ഇന്ന് ചെയ്യുന്നത് സ്പൈസി ആയിട്ടുള്ളൊരു വേർഷനാണ്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനിച്ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞ ഒരു ചെറിയൊരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് ബ്രൗൺ ഒന്നും ആവണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇതോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഗരം മസാലയോ ചിക്കൻ മസാലയോ ഏത് മസാല വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഞാനിതിലേക്കൊരു പൊടിയായിട്ട് അരിഞ്ഞ ഒരു 1/4 മുറി ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ക്യാരറ്റോ ക്യാപ്സിക്കോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില അല്ലാന്നുണ്ടെങ്കിൽ പാഴ്സലി ഇല, ഏത് ഇല വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് ഒന്ന് ഉടച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സ്റ്റഫ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രെഡ് പൊരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മസാല നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് വേണം. ബ്രെഡ് എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പിലുള്ള ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. സാൻഡ്വിച്ച് ബ്രെഡ് ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഉള്ള ബ്രെഡാണ്. ഈ ബ്രെഡിൻ്റെ സൈഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളയാവുന്നതാണ്. ഞാനിവിടെ സൈഡ് കളയാതെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, അത് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ കുറച്ച് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ട് ഉപ്പുള്ള ബട്ടറാണ്. നമ്മളിവിടെ പാക്കറ്റിൽ സ്പ്രെഡ് ചെയ്യാനുള്ള ബട്ടർ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതിൽ കുറച്ച് ഉപ്പുണ്ടാവും. ഇപ്പോൾ 2 സ്ലൈസിലും നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് 1-2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഓരോ ബ്രെഡ് സ്ലൈസിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് സ്പൂൺ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് നമക്കി കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിൽ ഇരിക്കും. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം. ചീസ് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുക്കാം. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത ചീസോ അല്ലാന്നുണ്ടെങ്കിൽ ചീസിൻ്റെ സ്ലൈസ് വാങ്ങിക്കാനായിട്ട് കിട്ടും, അതോ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റേ ഭാഗം കൂടെ എടുത്തിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് പൊരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ടും നമുക്ക് പൊരിക്കാം. പക്ഷെ നമ്മളിങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് പൊരിക്കുകയല്ല, ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ ത്രികോണത്തിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. നമ്മളിത് പൊരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഉള്ളിലെ ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ഈ ബ്രെഡ് മുട്ടയിൽ ഒന്ന് മുക്കി പൊരിക്കുകയാണ്. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് കടലമാവോ ഒക്കെ എടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ബജിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ബ്രെഡ് പക്കോടയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 മുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 മുട്ട മാത്രമായിട്ട് എടുത്താൽ നമുക്ക് ബ്രെഡ് കറക്റ്റായിട്ട് മുക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. രണ്ടോ 3 ടേബിൾ സ്പൂൺ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പച്ചപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ അതുകൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ബ്രെഡ് ഇതിൽ മുക്കിയിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ബ്രെഡ് പൊരിക്കാനായിട്ട് നമ്മളൊരു ഫ്രൈങ് പാന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്നിട്ടിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ബട്ടർ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡും ഈ മുട്ടയുടെ കൂട്ടിലൊന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഇങ്ങനെ പൊരിച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരു സൈഡ് ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട്
നല്ല ക്രിസ്പി ആയിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മളിത് പൊരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ മെൽറ്റായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മുട്ടയിൽ ഇത് മുക്കി പൊരിച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ഫ്രഞ്ച് ടോസ്റ്റുകളുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ടൈപ്പിലുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അതുപോലെ നമ്മൾ ബ്രെഡ് റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്ക് മാത്രമല്ല, ചായയുടെ കൂടെയും അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ കൂടുതൽ ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡിന് പകരം വീറ്റ് ബ്രെഡൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്